അപ്പൊ കേസ് നമ്മളിപ്പോ ഇന്നല്ലത് നെടുങ്കയം ഫോറസ്റ്റിന്റെ ഏരിയ കേട്ടോ. നല്ല അടിപൊളി ഏരിയ ആണ്. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളെ ഉള്ളത്തെ കുറെ അടിപൊളി വിഷ്വൽസ് കാണിച്ചു തരാം. അത് ഫ്രണ്ട് ആട്ടോ, കയറി വരുന്ന ഏരിയ ആണ്. കയറി വരുന്നത് തന്നെ അടിപൊളി ചെറിയൊരു മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറിയൊരു അരുവി പുഴ ഉണ്ട് കേട്ടോ. ചെറിയത് നല്ല രസമാണ് കണ്ടോ. കയറി വരുന്നിടത്താണ് നല്ല അടിപൊളി ഇരുമ്പിന്റെ ബ്രിട്ടീഷുകാരെ പഴയ ഒരു പാലം. ഇതാണ് ബ്രിട്ടീഷുകാരെ പഴയ ഒരു പാലം ഉണ്ട് ഇവിടെ കണ്ടോ. പഴയൊരു പാലം ഉണ്ട് ഇവിടെ, നല്ല രസമാണ്. നെടുങ്കയത്തിന്റെ ഓല ഇതാണ് കേട്ടോ. അറിയിപ്പ് അങ്ങനെ അതിന്റെ ബോർഡും കാര്യങ്ങളും കണ്ടോ. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് പോവാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ നെടുങ്കയത്തിന്റെ ഉള്ളിലേക്ക് പോയോണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മളാ ഉള്ളത്തെ കണ്ടോ ഫോറസ്റ്റിന്റെ നല്ല അടിപൊളി വ്യൂസ് കാണട്ടോ. ഇപ്പുറത്തന്നെ കയറി വരുന്നത് തന്നെ നോ പാർക്കിംഗ് ആണ് ഇവിടെ. ഇവിടെ വണ്ടി എത്താൻ പാടില്ല. അപ്പൊ നമ്മളെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോയോണ്ടിരിക്കാണ്. അപ്പൊ നമ്മളെ ഇവിടെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇവിടെ ചോദിക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെ എന്തൊക്കെയാന്നുള്ളത്. ടിക്കറ്റിന്റെ ഒക്കെ ചോദിച്ചു നോക്കാം. ടിക്കറ്റ് എവിടെ? ഫ്രണ്ടിലാ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ടിക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയോണ്ടിരിക്കാണ്. ഫ്രണ്ട് ഭാഗത്താണ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എവിടെ ഇതിലൊക്കെ നോക്കട്ടെ. നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഓട്ടോറിക്ഷക്കാർ ടാക്സിക്കാരൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്കുള്ളതൊക്കെ ചോദിച്ചു നോക്കാം. ടിക്കറ്റിന്റെ അവിടെ വരുന്നാവോ ഇതല്ലേ? അപ്പൊ നമ്മള് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാട്ടോ. ഗ്ലാസ് വന്നിക്കണടാ. കൊരങ്ങന്മാര് വരുമോ? ഇപ്പൊ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മള് ടിക്കറ്റിന്റെ ഇതാണ്ട് അടിപൊളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല അടിപൊളി ഏരിയ കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റുകാർക്കും നമ്മളെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് വന്നു പോകാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണിത് കേട്ടോ. അപ്പൊ നമ്മളെ ഇതില് വൺ ഡേ ട്രിപ്പ് ഒക്കെ വന്ന് പോകാൻ പറ്റിയ നല്ല അടിപൊളി ഏരിയ ആണ്. അപ്പൊ ഇവിടെയൊക്കെ വന്നാണ്ട് നമുക്ക് ഒരു ദിവസം വന്ന് ഇവിടെയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുമെങ്കിൽ വന്ന് പോവുക. അല്ല ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു യാത്രയാണ്. കാരണം ഈ റോഡ് ഉണ്ടോ, ഈ റോഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ യാത്രയാണ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് പോയി ചോദിച്ചോക്കാം. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാട്ടോ. ടിക്കറ്റിന്റെ ഇവിടെ നിരക്കും കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു വീഡിയോ കണ്ടോ. ഇതാണ് എല്ലാവിധ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 വീലിനാണ് ചക്രവാഹനം. 95 ഉറുപ്പിക കേട്ടോ ഇവിടെ. അങ്ങനെ ഓരോ വണ്ടീന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ കുറെ പ്രൊഡക്റ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെ ഇവിടുത്തെ നല്ല അടിപൊളി തേനും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങലും ഇവിടെ വന്നിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം. കുളമി എത്ര ടിക്കറ്റ് എത്രയാണ്? അപ്പൊ നമ്മളെ വണ്ടിക്ക് നമുക്ക് വന്നത് 245 ഉറുപ്പിയാണ്. നമുക്ക് നമ്മളെ കാറിൽ 3 ആക്കും ഇവിടെ വന്നത് 245 ഉറുപ്പിക കേട്ടോ. ഉള്ളിലേക്ക് പാസേജിന് ഒരാൾക്ക് 50 ഉറുപ്പിയാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ പ്ലസ് വണ്ടീന്റെ പൈസ ഉണ്ട് വരുന്നത് കുറച്ച് ടിക്കറ്റ്. അപ്പൊ നമ്മളെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ടിക്കറ്റ് 245 ഉറുപ്പിക വരുന്നത്. അങ്ങനെ നമ്മള് 4 വീലിന് നമുക്ക് 95 ഉറുപ്പിയാണ്. പിന്നെ ഒരാൾക്ക് 50 ഉറുപ്പിക വെച്ചിട്ടാണ്. 3 ആൾക്ക് 180 കേട്ടോ. അപ്പൊ നമ്മളെ യാത്രയിലേക്ക് പോകാം. അപ്പൊ നമ്മള് കാട്ടിൽ കൂടെ യാത്ര ആരംഭിക്കണം കേട്ടോ. അല്ല ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ യാത്ര നല്ല അടിപൊളി യാത്രയാണ്. അപ്പൊ ഈ യാത്രക്ക് നമുക്കിങ്ങനെ പോയോക്കെ നമുക്ക്. അപ്പൊ നമ്മളെ നെടുങ്കയം ഫോറസ്റ്റിന്റെ ഉള്ളില് നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ എന്ന് കണ്ടാൽ നമുക്ക് നല്ല രസമാണ് കാണാം. ഈ ഒരു മറ്റേ ബ്രിട്ടീഷുകാരുടെ പാലത്തുമ്പോൾ നോക്കി കണ്ടല്ലേ. നമ്മുടെ പേജ് ഫോളോ ചെയ്തോളി. ഇതാണ് ആ വ്യൂ എന്ന് കാണിച്ചെടുത്താ അങ്ങനെ അടിപൊളി വ്യൂസ് ആണ്. ആ നല്ല പുഴേന്റെ ഭംഗി, ആ ഒരു മരങ്ങളും പ്രകൃതിന്റെ ഭംഗി എല്ലാതും ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി വ്യൂസ്. നല്ല കിട്ടില്ല കണ്ടോ. ഇങ്ങോട്ട് ഈ ഭാഗം കാണിച്ചെടുത്തെങ്കിൽ
ഇത് മതി. ഇത്രയും അടിപൊളി പ്ലേസ്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ആനപ്പന്തി കണ്ടില്ലെന്ന് പറഞ്ഞ ആനപ്പന്തിന്റെ ഏരിയക്ക് എത്തില്ല കേട്ടോ. പഴയ കാലത്ത് ആനപ്പന്തിയാണ്. ഇപ്പൊ ഇവിടെ ആനകളൊന്നുമില്ല. ആന പോയിട്ട് ആട് പോലും ഇല്ല. പോയൊക്കെ നമുക്ക്. അപ്പൊ ഇതാട്ടെ നമ്മളെ ആനപ്പന്തി. അപ്പൊ ആനപ്പന്തി കണ്ടില്ല, അറിയണ്ട. അതാണ് പഴയ കാലത്തെ ആനപ്പന്തിയാണ്. അപ്പൊ അടുത്ത കാലത്തൊന്നും ആനകളും മറ്റും വന്നിട്ടുണ്ടാവൂല. ഇതിന്റെ ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ ആകെ വന്നാൽ കാണാനൊരു കാഴ്ച തന്നെ ഉള്ളൂ. പിന്നെ പോയിരുന്ന വഴിക്ക് കുറച്ച് ചെറിയ കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിന്റെ പണി ഭയങ്കര അടിപൊളിയാണ്. പഴയ കാലത്ത് തേക്കോണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഫുള്ള് അടിപൊളി തേക്കില് പണിതെടുത്തൊരു സാധനം കേട്ടത്. ഉണ്ടോ? ഇത്രയും സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് ലോക്ക് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഫുള്ള് ലോക്കാട്ടത്. നല്ല അടിപൊളി തേക്കോണ്ട് ഉണ്ടാക്കിയിട്ടതൊക്കെ കണ്ടോ. ഇത് അടിപൊളി സംഭവം. ഇത് നമുക്ക് ഇവിടെ വന്ന് തന്നെ കാണാന്നുണ്ടെങ്കിൽ ഇത്രയും സെറ്റപ്പില് ഇത്രയും ലോക്ക് ഇട്ടൊരു പന്തി ഉണ്ടാക്കിയാണ്. ആനകളെ മെരിക്കണം കേട്ടോ. വെട്ടാണ്ട് ഈ കൂടിന്റെ ഉള്ളിക്ക് കയറ്റുക, ആനയെ ഇട്ട് മെരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടത്. ഇത് ലോക്ക് തട്ടിയിട്ടാണ് അതിന്റെ ഉള്ളിക്ക് നീക്കുക. ഈ ഓളിന്റെ ഉള്ളിൽ കൂടെയാണ് ഇതിന്റെ അഴി പോണത്. ഈ അഴി നീക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റുക ചെയ്യുക. എന്നിട്ട് അതിലിട്ടാണ് ആനേനെ മെരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ. അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണിച്ചു തരാം. ഓക്കെ അല്ലേ?